ചരിത്രത്തിൽ ആദ്യമായി ലക്ഷം കടന്ന സ്വർണ്ണവില പവന് 1,01,600 രൂപയായി. ഗ്രാമിന് 12,700 രൂപയാണ് വില. ഈ വർഷം മാത്രം കൂടിയത് 44,800 രൂപയാണ്. കഴിഞ്ഞ വർഷം 1,00,000 കടന്ന സ്വർണ്ണവില ഈ വർഷം ഇരട്ടിയിലേറെയായി. വിലക്കയറ്റത്തെയും തോൽപ്പിക്കുന്ന വിധത്തിലാണ് പോയ വർഷങ്ങളിൽ സ്വർണത്തിന്റെ കുതിപ്പ്. അമേരിക്കൻ ഫെഡറൽ റിസർവ് നിരക്കിളവ് നൽകുന്നത് തുടരുന്നതാണ് സ്വർണ്ണക്കുതിപ്പിന് പ്രധാന കാരണം. യുക്രൈൻ യുദ്ധം, വെനസ്വേല അമേരിക്കൻ സംഘർഷം തുടങ്ങിയ ആഗോള അനിശ്ചിതത്വങ്ങളും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന് പവന് വില 1,760 രൂപ കൂടി 1,01,600 രൂപയും ഗ്രാമിന് 220 രൂപ കൂടി 12,700 രൂപയുമായി. വിവാഹ സീസണിൽ വില ഉയരുന്നത് സ്വർണം വാങ്ങാനിരിക്കുന്നവർക്കും വ്യാപാരികൾക്കും തിരിച്ചടിയാവുകയാണ്. ആക്ച്വലി ഇപ്പോൾ സീസണാണ്, കല്യാണ സീസണാണ്. പക്ഷേ നമ്മളുടെ ബിസിനസ് സ്വർണ്ണ വ്യാപാര രംഗത്തെ വളരെ അധികം പിടിച്ചുലച്ചിട്ടുണ്ട് റേറ്റ്. പേടിയില്ല, എങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച് നല്ലൊരു റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ കൊണ്ട് ഇതുകൊണ്ട് ഒരു നിർവാഹമില്ല. 1984 1 ഗ്രാം സ്വർണ്ണത്തിന് 300 രൂപ ഉള്ളായിരുന്നു. ഇപ്പോൾ അത് 30 ഇരട്ടി കൂടുതലായി, ഇല്ലയോ? ഞങ്ങൾക്ക് സ്വർണം വേണ്ട, ഞങ്ങളുടെ പെൺപിള്ളേരെയും കെട്ടിക്കുന്നില്ല. സ്വർണ്ണം വിട്ട് പെൺപിള്ളേരെയും കെട്ടിക്കുക, അവർ പൂണൂലിട്ട് കെട്ടിച്ചോളാം ഞങ്ങൾ. 10% പണിക്കൂലിയും GSTയും ചേർത്ത് ഇന്ന് ഒരു പവൻ ആഭരണ രൂപത്തിൽ വാങ്ങാൻ 1,15,112 രൂപയാകും. വിലക്കുതിപ്പിനെ തുടർന്ന് ഗോൾഡ് ETF-കളിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണവും കൂടുകയാണ്. ഒരു വർഷം കൊണ്ട് ഒരു പവന്റെ വിലയിലുണ്ടായത് 44,800 രൂപയുടെ വർധനയാണ്. 2026 സ്വർണം ഔൺസിന് $4,900 എത്തുമെന്നാണ് ഗോൾഡ്മാൻ സാക്സിന്റെ പ്രവചനം. വിലയേറുമ്പോൾ ലാഭമെടുപ്പും തിരുത്തലുമുണ്ടായേക്കുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ വില ഉയർന്നു തന്നെ നിൽക്കാനാണ് സാധ്യതയെന്ന് വിദഗ്ധർ പറയുന്നു. ബിസിനസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.